പാപ്പയോടും ഉമ്മയോടുമുള്ള കടമ പറഞ്ഞാൽ തീരില്ല. അവര് സഹിച്ച ത്യാഗത്തിന്റെ ഒരംശത്തിന് പോലും അത് പകരമാവില്ല. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ. പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ട് ഉമ്മയവനെ ചുമന്നു. ഗർഭകാലത്ത് സഹിക്കുന്ന വേദന, പ്രസവത്തിന്റെ വേദന. വഫിസാലുഹു ഫീ ആമൈൻ. 2 കൊല്ലം തുടർച്ചയായി ബാലാരിഷ്ടതകളെ അവഗണിച്ചുകൊണ്ട് വേദിച്ചുകൊണ്ട് ആ കുഞ്ഞുമോളെ വളർത്തിയുണ്ടാക്കാൻ സഹിച്ച പെടാപ്പാടുകൾ. അതുകൊണ്ട് തന്നെ നിന്റെ മാതാവിനോട് നീ നന്ദി കാണിക്കണേ. റബ്ബുൽ ആലമീൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നന്ദി കാണിക്കണം നിന്റെ മാതാപിതാക്കളോട്. നീ അവര് നിനക്ക് ചെയ്തു തന്ന നിഅമത്തിന്, അനുഗ്രഹങ്ങൾക്ക് അല്പം പോലും പകരം കൊടുക്കാൻ എന്ത് ചെയ്താലും ആവില്ലെന്ന നിലക്ക് മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ അബ്ദുള്ള റളിയല്ലാഹു അൻഹു അഥവാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ കഅബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റആ റജുലൻ യതൂഫു ബിൽ ബൈത്തി ഹാമിലൻ ഉമ്മഹു. ഒരാളുണ്ട് തന്റെ സമീപത്തുകൂടെ പ്രായമായ കിഴവിയായ ഉമ്മയെ ചുമലിലിരുത്തി ഏറ്റി വഹിച്ചുകൊണ്ടിങ്ങനെ തവാഫ് ചെയ്യുന്നു. ഒരു മകൻ തന്റെ പ്രായമായ ഉമ്മയെ തോളിലിരുത്തിയിട്ട് ഏറ്റിയിട്ടിങ്ങനെ തവാഫ് ചെയ്യിപ്പിക്കുകയാണ്, തവാഫ് ചെയ്യാണ്. എന്നിട്ട് തവാഫ് ചെയ്ത് കഴിഞ്ഞപ്പോ ക്ഷീണിച്ച് ഉമ്മയെ ഏറ്റി നടന്നിട്ട് ക്ഷീണിച്ച് 7 വട്ടം തവാഫ് പൂർത്തിയാക്കിയിട്ട് ഉമ്മയെ ഒരിടത്ത് നിർത്തിയിട്ട് ഈ മോന് ചോദിക്കുകയാണ്, ഉമ്മാ അത്തറൈനി ജസൈതുകി. എന്റെ ഉമ്മാനോട് ഞാൻ ശരിക്ക് യഥാർത്ഥമായ നിലക്ക് പരോപകാരം ഞാൻ ചെയ്തു തന്നിട്ടില്ലയോ ഉമ്മാ? ഉമ്മാനോട് ഞാൻ നല്ല നിലക്കിപ്പോൾ ഇടപെട്ടില്ലേ? ഈ ചോദ്യം ഉമ്മയോട് ചോദിക്കുമ്പോ മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുകയാണ്. അദ്ദേഹം ഈ മനുഷ്യനോട് പറയുകയാണ്, ലാ വല്ലാഹ് വലാ തൽഖതൻ വാഹിദാ. മോനെ, ഇല്ല, ഉമ്മ നിനക്ക് ചെയ്തു തന്നതിന് പകരം നീ ആയി എന്ന് നീ വിചാരിക്കണ്ട. ഉമ്മ സഹിച്ച പ്രസവ വേദനയുടെ ഒരു വേദനക്ക് സമമായി പോലും നിന്റെ ഈ ഏറ്റി നടക്കൽ പകരമായിട്ടില്ല. അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് ഉപദേശിക്കുകയാണ്. ഇവിടെയാണ് സഹോദരന്മാരെ, മാതാപിതാക്കൾക്ക് വേണ്ടി ഒരുപാട് ഞാൻ അയച്ചു കൊടുത്തു, അവർക്കൊരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും പരിഗണനയുടേതായ ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു വാതിൽ എപ്പോഴും അവർക്ക് മുമ്പിൽ കൊട്ടിയടക്കുന്ന മക്കളാണ് ലോകത്തുള്ളത്. മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞാൽ മക്കളിങ്ങനെ പ്രായം കൂടി വരികയുമാണല്ലോ, യുവാക്കളാവുകയാണല്ലോ, യുവതികളാവുകയാണല്ലോ. അധുനാധുന കാലഘട്ടത്തിന്റെ നാടിമിടിപ്പുകൾ അറിയാതെയാണ് മാതാപിതാക്കൾ വൃദ്ധന്മാരാകുന്നതെങ്കിൽ ആ എല്ലാ നാടിമിടിപ്പുകളെയും കൃത്യമായി ആവാഹിച്ചുകൊണ്ട് ചോരത്തിളപ്പ് യൗവനത്തോടെയാണ് യുവതി യുവാക്കൾ വളർന്നു വരുന്നത്. ആ കാലഘട്ടത്തിൽ ഉമ്മ വേണ്ടെന്നൊരു തോന്നൽ, ഉപ്പഭാരമാണെന്നൊരു തോന്നൽ, കൂടിയാലോചനക്ക് പോലും തന്റെ കൂട്ടുകാരി മതി എനിക്ക്, എന്റെ ഉപ്പയോട് കൂടിയാലോചിക്കണ്ട, ഉമ്മയോട് കൂടിയാലോചിക്കണ്ട. ഞങ്ങളുടെ വിവരങ്ങൾ ഒരു വേള ഉമ്മയും ഉപ്പയും പുറത്തു നിന്നറിഞ്ഞാലും കുഴപ്പമില്ലെന്ന നിലക്ക് ധാർഷ്ട്യത കാണിക്കുന്ന മക്കളില്ലേ? സ്വന്തം മകൻ സ്ഥലമെടുക്കുമ്പോ, സ്വന്തം മകന്റെ വീടിന് കുറ്റിയടിക്കുമ്പോ, സ്വന്തം മകൻ ഒരു ബിസിനസ്സിനൊരുങ്ങുമ്പോ, സ്വന്തം മകൻ ഒരു നല്ല കാര്യത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ അത് അയൽവാസികളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമൊക്കെ കേൾക്കേണ്ടി വരുന്ന ദുരന്തം, ഏറ്റുവാങ്ങേണ്ടി വരുന്ന, വേദനിക്കുന്ന, കണ്ണുനീരൊലിപ്പിക്കുന്ന എത്രയോ രക്ഷിതാക്കൾ ഇന്ന് ലോകത്തില്ലേ? കാരണം അവർക്കൊരു വിചാരമുണ്ട്, ഞങ്ങൾ വലുതായിപ്പോയി, ഞങ്ങൾ വളർന്നുപോയി, ഇനി മാതാപിതാക്കളോട് മുശാവറ നടത്തിയിട്ടെന്താ പ്രയോജനമെന്ന് വിചാരിച്ച് ഒന്നിനും അവരോടൊന്നും കൂടിയാലോചന നടത്താതെ അവരെ മൂലക്കിട്ട് അവഗണിച്ച് നടതള്ളുന്നു. ഈ ഒരു ദുരന്തത്തിലേക്ക് ആരൊക്കെ നീങ്ങിയിട്ടുണ്ടോ ഉടനടി തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊള്ളണം. അതല്ലെങ്കിലോ വലിയ രൂപത്തിലുള്ള ദുരന്തമാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഏറ്റവും കടുത്ത പാപമാണ് മിൻ അക്ബരിൽ കബായിർ. പാപങ്ങളിൽ വെച്ച് വലിയ പാപമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞത്,
ഒന്ന് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണെങ്കിൽ, രണ്ടാമത് എണ്ണിയത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ്, മാതാപിതാക്കളെ ദ്രോഹിക്കലാണ്. നീ അവരെ ആയുധമെടുത്ത് തല്ലിക്കൊള്ളണം എന്നല്ല, അതുമാത്രമേ ഉഖൂഖിൽ പെടൂ, ദ്രോഹത്തിൽ പെടൂ എന്ന് വിചാരിക്കേണ്ടതില്ല. അവരുടെ മനസ്സൊന്ന് വേദനിപ്പിച്ചാൽ, അവരുടെ ആ കുഴിഞ്ഞ കണ്ണുകളിൽ നിന്നൊരിറ്റ് കണ്ണുനീര് ചാടാൻ നീ കാരണക്കാരനായാൽ, അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചാൽ, അവർക്ക് പ്രയാസമുണ്ടാക്കുന്നവർ ശബ്ദമുയർത്തി സംസാരിച്ചാൽ, ദേഷ്യം പിടിച്ച് അവരുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കിയാൽ, അവരുടെ മുമ്പിൽ വെച്ച് ഒച്ചയിട്ട് സംസാരിച്ചാൽ, അല്ലാഹുവിന് വിരോധമില്ലാത്ത, റബ്ബിന് ഒരിക്കലും വെറുപ്പില്ലാത്ത കാര്യങ്ങളിൽ അവരുടെ കൽപ്പനകളെ നീ മാനിക്കാതിരുന്നാൽ, അവരുടെ ഇഷ്ടത്തിനെതിരെ നീ പ്രവർത്തിച്ചാൽ, എല്ലാം അത് ഉഖൂഖിലാണ് പെടുന്നതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് വളരെ ഗൗരവമാണ്. എത്ര പ്രയാസമാണെങ്കിലും ശത്രുവായ, ആദർശ ശത്രുവായ പിതാവാണെങ്കിൽ പോലും അഭിസംബോധന നന്നാക്കണമെന്നാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം വിഗ്രഹാരാധനക്കെതിരെ പടപൊരുതിയ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഉപ്പ കഠിനമായ മുശ്രിക്കായിരുന്നു, ആദർശ വിരോധിയായിരുന്നു. മോൻ പഠിപ്പിക്കുന്ന ആദർശത്തിന്റെ നേരെ ഘടകവിരുദ്ധമായി വിഗ്രഹങ്ങൾ നിർമ്മിച്ച് തലയിലേറ്റ് ഹോൾസെയിൽ വ്യാപാരം നടത്തിയിരുന്ന ആ പിതാവിനെ അഭിസംബോധന ചെയ്തപ്പോഴും വളരെ മാന്യമായിട്ടാണ് മോൻ വിളിക്കുന്നത്. ഇത് ഖാല ഇബ്രാഹിമു ലിഅബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എന്റെ പൊന്നു പിതാവേ, നിങ്ങൾ എന്തിനാണ് കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, ഒരു ഉപകാരവും നിങ്ങൾക്ക് നേടിത്തരാത്ത ഈ വിഗ്രഹങ്ങളെ പൂജിക്കുന്നത്, ആരാധിക്കുന്നത്? കഠിനമായ ശിർക്കിനെതിരെ സംസാരിക്കുമ്പോൾ മുശ്രിക്കായ ബാപ്പയോട് പോലും യാ അബത്തി എന്ന സ്നേഹപൂർണമായ സംബോധന മാത്രമേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയിട്ടുള്ളൂ. സംസാരം നന്നാക്കണം. അവരോട് വിരൽ ചൂണ്ടി സംസാരിക്കരുത്, അവരെ അവഗണിക്കരുത്, അവരോട് മുശാവറ ചെയ്യാൻ മറക്കരുത്. ഒരു വിവരവും അവരിൽ നിന്ന് കിട്ടാനില്ലെങ്കിലും എന്തിനും എനിക്കവരാണ് വലുതെന്ന ബോധം അവരിൽ ഉണ്ടാക്കണം. അതവരുടെ സമ്മതത്തോടുകൂടെ ചെയ്യണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരോട് അനുവാദം ആരായണം. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ ആദ്യം അന്വേഷിക്കേണ്ടത് നിന്റെ ഭാര്യയെയല്ല, നിന്റെ സന്താനങ്ങളെയല്ല. ഉമ്മ എവിടെ, ഉപ്പ എവിടെ, അവരുടേതായ കാര്യങ്ങളാണ് നീ ആദ്യം അന്വേഷിക്കേണ്ടത്. ഏതിനും നീ അവർക്കാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ഇതൊക്കെയും ഹുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള കടമകളിൽപ്പെട്ടതാണ്. ഏറ്റവും മുന്തിയ സൽക്കർമ്മങ്ങൾ ഏതാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടുകയാണ്. അവിടുന്ന് മറുപടി പറയുന്നു, അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ, നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ ചെയ്യലാണ് അല്ലാഹുവിന് ഇഷ്ടമുള്ള ഏറ്റവും മുന്തിയ പ്രവർത്തനം. രണ്ടാമത്തെ മറുപടി നബി തങ്ങൾ പറയുന്നത് ഹുഖൂഖുൽ വാലിദൈൻ ഔ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യലാകുന്നു. ഇതാണ് ഇസ്ലാമിന്റെ ഇത്രത്തോളം ഗൗരവത്തോടുകൂടെ പഠിപ്പിക്കണം. മഹാന്മാരായ അമ്പിയാക്കൾ മുഴുവനും മാതാപിതാക്കളെ ഏറെ ബഹുമാനിച്ചവരാണ്, ഏറെ ബഹുമാനിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുന്ന വേളയിൽ വരെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാചകം വിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് മഹാനവറുകൾ പറഞ്ഞത്? വഔസാനി വബറൻ ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. അദ്ദേഹം തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞതാ വബറൻ ബിവാലിദതി, എന്റെ ഉമ്മയോട് ഏറെ പുണ്യം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ബൈബിളിൽ ഹേ സ്ത്രീ എന്ന് ഉമ്മയെ അഭിസംബോധന ചെയ്തു എന്ന്, ആദരവില്ലാതെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് എന്ന് കൈകടത്തപ്പെട്ട ബൈബിളിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിലും മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ആയിരുന്നില്ലെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വബറൻ ബിവാലിദതി, ഏറ്റവും കൂടുതൽ എന്റെ മാതാവിനോട് ഞാൻ പുണ്യം ചെയ്യണമെന്ന്, സ്നേഹം കാണിക്കണമെന്ന് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ധാരാളം പ്രവാചകന്മാർ അവരെക്കുറിച്ചൊക്കെ പറഞ്ഞെടുത്ത് ഇങ്ങനെ മാതാപിതാക്കളോടുള്ള കടമയെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന തന്നെയും റബ്ബിഗ്ഫിർലീ വലിവാലിദയ്യ
റബ്ബേ നീ എന്നോട് പൊറുക്കണം, വലിവാലിദയ്യ എന്റെ മാതാപിതാക്കൾക്കും പൊറുത്തു കൊടുക്കണമേ. ആ പ്രാർത്ഥന മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റേത്. ഇങ്ങനെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, ഹദീസുകളുടെ അടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഏറ്റവും വലിയ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളാണ് മാതാപിതാക്കളുടെ കാര്യത്തിൽ നൽകപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എനിക്കൊരു സ്വപ്നം കാണിക്കപ്പെട്ടു. ആ സ്വപ്നത്തിൽ ഞാനൊരാളെ കാണുകയാണ്. എന്താണ് അയാളുടെ പ്രത്യേകത? അയാള് സ്വർഗത്തിലിരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഞാൻ കേൾക്കുകയാണ്. സ്വർഗത്തിലിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കാണുകയാണ്. ആരാണെന്ന എന്റെ ചോദ്യത്തിന് ഹാദാ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു, ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉടനെ, കദാകൽ ബിർ വകാന അബറൻ നാസി ബി ഉമ്മിഹി. ഇങ്ങനെയാണ് പുണ്യം, ഇങ്ങനെയാണ് നന്മ ചെയ്താലുള്ള മഹത്വം. എന്തേ കാരണം? ഈ ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത വകാന അബറൻ നാസി ബി ഉമ്മിഹി, അദ്ദേഹം തന്റെ മാതാവിനോട് ഏറെ പുണ്യം ചെയ്തിരുന്ന ഒരു മഹാനായ മനുഷ്യനായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർരിൽ വാലിദ. ഞാൻ അല്ലാഹുവിങ്കലേക്ക് ഏറ്റവും മനുഷ്യനെ അടുപ്പിക്കുന്ന ഒരു കർമ്മവും കാണുന്നില്ല മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നതിനേക്കാൾ. ആ നിലക്ക് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചു തന്നു, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. നിന്റെ പിതാവ് സ്വർഗ കവാടത്തിലെ ഉന്നതമായ ഒരു കവാടമാണ്, ഒരു കവാടമാണ്. നിന്റെ ഉമ്മയും അങ്ങനെ തന്നെ. ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹാ, മാതാവിന്റെ കാലടികൾക്ക് കീഴിലാണ് സ്വർഗമുള്ളത്. അഥവാ മാതാപിതാക്കളോട് ഏറെ വിനയം കാണിച്ച് അവർക്ക് സേവനങ്ങൾ ചെയ്ത് അവര് പറയുന്നതിന് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ അവരെ അനുസരിക്കാതെ റബ്ബിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മുഴുവനും അവരോട് എതിര് ചെയ്യാതെ ആര് പ്രവർത്തിച്ചാലും സബബുൻ ലിദുഖൂലിൽ ജന്ന, അത് സ്വർഗപ്രവേശനത്തിന് കാരണമാകും. സ്വർഗപ്രവേശനത്തിന് കാരണമാകും. നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ വരെ മാതാപിതാക്കളോട് നന്മ ചെയ്യൽ ഉപാധിയാണെന്ന നിലക്കാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നു ഞാനെന്ന് തോന്നലുള്ള ഈ പ്രായത്തിലാണ് മാതാപിതാക്കളോട് ഏറ്റവും കൂടുതൽ നമ്മൾ ലാളനയും സ്നേഹവും വാത്സല്യവും കാണിക്കേണ്ടത്. ഇടയ്ക്കിടെ അവരെ വിളിച്ചുകൊണ്ടിരിക്കണം, അവരോട് വിശേഷങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കണം. കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിക്കുന്നു എന്ന തോന്നൽ തന്നെ അവർക്കുണ്ടാകണം. അവരാണ് അതിന്റെ നേതൃത്വം കൈയാളുന്നത് എന്ന് അവരോട് കൃത്യമായി തന്നെ ധരിപ്പിക്കണം. അവരാണ് ജീവിതത്തിൽ ഞാൻ എത്ര വളർന്നു വലുതായാലും ഉന്നത ഉദ്യോഗങ്ങളിൽ എത്തിപ്പെട്ടാലും എനിക്കെന്റെ ഉപ്പയാണ് ഉമ്മയാണ് എല്ലാത്തിനും വലുതെന്ന ബോധ്യം അത് നമ്മുടെ പ്രവർത്തനത്തിലൂടെ, ഇടപെടലുകളിലൂടെ, സ്വഭാവങ്ങളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ നമ്മുടെ രക്ഷിതാക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ആ നിലക്ക് എല്ലാ നിലക്കും അവരുമായിട്ട് ഇടപെടണം, കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്തണം, അവരോട് സാന്ത്വന വാക്കുകൾ പറയണം, അവരുടെ നെറ്റിത്തടത്തിൽ അവരുടെ തലയിൽ ഉമ്മ വെക്കണം, ചുംബിക്കണം. നീ ഇറങ്ങുമ്പോഴും പോകുമ്പോഴും ഒക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്തോ. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഇതൊക്കെ പണ്ഡിതന്മാർ പറയുകയാണ്. നീ അവരോട് ചെയ്യുന്ന ഹുഖൂഖുകളിൽ, ബിർറുകളിൽ പെടുന്നത് 50ഓളം വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പണ്ഡിതന്മാർ, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല, 50-ലേറെ പ്രത്യേകമായ സ്വഭാവങ്ങൾ മക്കളോട് ഇസ്ലാം പറയുന്നുണ്ട്. എന്തിന്? നിന്റെ മാതാപിതാക്കളോട് നീ നന്മ ചെയ്തവരുടെ ലിസ്റ്റിൽപ്പെടാൻ നീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ചിലതാണ് നിങ്ങൾ ഈ കേട്ടുകഴിഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എപ്പോഴും വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് നമ്മോട് പറയുന്നത് വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മതി. കാരുണ്യത്തിൽ ചാലിച്ച വിനയത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം മക്കളെ. വിനയത്തിന്റെ ചിറക്, വിനയത്തിന്റെ ചിറക് എന്നാ പറയുന്നത്. അതൊരു വല്ലാത്ത ചിറകാണല്ലോ. അതെന്താ? ദേഷ്യപ്പെട്ടിട്ടും എന്നാ പിടിച്ചോ, നിങ്ങൾ ചോദിച്ചതല്ലേ എന്നാ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കലല്ല, അല്ലെങ്കിൽ അങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ട് എന്തെങ്കിലും അനുസരിക്കലല്ല.
വിനയത്തോടെ അവര് പറയുന്നത് കേട്ട് വിനയത്തോടെ അനുസരിക്കുക, വിനയത്തോടെയുള്ള പെരുമാറ്റം, വിനയത്തോടെ കൊടുക്കുക. എന്ത് കൊടുക്കുകയാണെങ്കിലും അത് വിനയത്തോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ. വഖ്ഫിദ് ലഹുമാ, നീ അവർക്കിരുവർക്കും താഴ്ത്തി കൊടുക്കണം. ജനാഹദ്ദുല്ലി മിനർ റഹ്മതി, കാരുണ്യത്തിൽ പൊതിഞ്ഞ കാരുണ്യത്തിനാലുള്ള വിനയത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. വഖുൽ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അവർക്ക് വേണ്ടി. ജീവിതകാലത്താണെങ്കിലും മരണശേഷമാണെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, റബ്ബേ എന്റെ മാതാപിതാക്കളോട് നീ കരുണ ചെയ്യണം, അവരിരുവരും എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തി പരിപാലിച്ചതുപോലെ. അതിന് പകരം കൊടുക്കാൻ എനിക്കാവില്ല, നീ കൊടുക്കണം. ഞാൻ എന്ത് ചെയ്താലും അതിന് പകരമാവില്ല, അതിന് പ്രത്യുപകാരമാവില്ല. ആ നിലക്ക് അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് ഭാര്യമാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയാണ് പിന്നെ അവർക്ക് വലുത്. അല്ലെങ്കിലേ കല്യാണം കഴിഞ്ഞ മാതാപിതാക്കൾക്ക് ഒരു തരം തോന്നൽ തുടങ്ങും. സ്വാഭാവികമാണ്. എന്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടോ, എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടോ, ഇനി ഇതുവരെയുള്ള പരിഗണന എനിക്കുണ്ടാവില്ലേ എന്ന് സ്വാഭാവികമായും പ്രായമാകുന്ന മാതാപിതാക്കൾ തോന്നുന്നൊരു പ്രായത്തിൽ നമ്മൾ അങ്ങനെ പെരുമാറുക കൂടി ചെയ്താലോ അവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഇരട്ടിക്കിരട്ടി വർദ്ധിക്കുകയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ചില ദുഷ്ടലാക്കുള്ള സ്ത്രീകളും ഉണ്ടാകും സ്ത്രീകളുടെ കൂട്ടത്തിൽ. ഉമ്മയിൽ നിന്ന് മകനെ അകറ്റാൻ, ഉപ്പയിൽ നിന്ന് മകനെ അകറ്റാൻ, കുടുംബ ഛിദ്രതയുണ്ടാക്കാൻ, ആ സ്നേഹം തകർക്കാൻ, എല്ലാം അവൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി തലേണമന്ത്രം നടത്തിയിട്ട് പാവപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കളും ഈ മക്കളെയും തമ്മിൽ തെറ്റിക്കുന്ന ഫോൺ കോളുകൾ പ്രവാസികൾക്ക് വരുത്തിയിട്ട് തിരിച്ചു ചെന്നിനി ആ തള്ളയുടെയും തന്തയുടെയും കൂടെ ഞാൻ താമസിക്കില്ലെന്ന് തീരുമാനമെടുക്കാൻ മാത്രം ധാർഷ്ട്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ആ രൂപത്തിലുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും ഉപദേശങ്ങളുമൊക്കെ നൽകുന്ന ഭാര്യമാരുമുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമൂഹം അങ്ങനെയാണ്. നമ്മൾ മനസ്സിലാക്കണം, അറുത്താലും മുറിച്ചാലും പോകാത്തൊരു ബന്ധം ലോകത്തുണ്ടെങ്കിൽ അത് മാതാപിതാക്കളോടുള്ള ബന്ധമാണ്. ഒരു മൊഴി ചൊല്ലേണ്ട താമസമേയുള്ളൂ. ഭാര്യ മറ്റൊരാളുടെ ഭാര്യയാകാൻ അധികം കാലം വേണ്ടി വരില്ല. മരിച്ചാല് അതുപോലെ തന്നെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അവൾ അന്യപെണ്ണായി. പക്ഷേ ഉമ്മയെ ത്വലാഖ് ചൊല്ലാനാകുമോ നമുക്ക്? ഉപ്പയെ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കാനാകുമോ നമുക്ക്? ഇല്ല. ഒരു കാലത്തും മുറിഞ്ഞു പോകാത്തൊരു ബന്ധമുണ്ടെങ്കിൽ അത് മാതാപിതാക്കളോടുള്ള ബന്ധമാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്നതെന്തും അപ്പടി സ്വീകരിച്ചുകൊണ്ട് മാതാപിതാക്കളെ കുറ്റപ്പെടുത്തരുത്. കേൾക്കുന്നതെന്തും അപ്പടിയങ്ങ് മുഖവിലക്കെടുത്തുകൊണ്ട് അന്വേഷിക്കാതെ എടുത്തു ചാടരുത്. തീരുമാനങ്ങളിൽ അവധാനത വേണം. വളരെ കൃത്യമായി ആലോചിച്ച് ചെയ്യണം. എന്തേ? അവഗണിക്കപ്പെടുകയാണ് പലപ്പോഴും. ഈ ദുരന്തമുണ്ടാകരുത്. മാതാപിതാക്കളെ ജീവിതകാലത്ത് ദ്രോഹിച്ചാൽ തിരിച്ചടി ഉറപ്പാണ്. ഈ ലോകത്ത് വെച്ച് തന്നെ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, പകരത്തിന് പകരം അതേ നാണയത്തിൽ തിരിച്ചടി കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ദുഷിച്ച പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒരു പ്രവർത്തനമാണ് മാതാപിതാക്കളെ പീഡിപ്പിക്കുക എന്നുള്ളത്. കേരളത്തിൽ എവിടെയോ ഒരു സ്ഥലത്തൊരു വീട്ടിൽ നിന്ന് ഇപ്പോഴും ഒരു അലർച്ച കേൾക്കുന്നു എന്നൊരിടത്ത് വായിക്കാൻ സാധിച്ചു. മാതാവിന്റെ വയറ്റത്തേക്ക് കാലുകൊണ്ടൊരു ചവിട്ടിയതാണത്രേ മകൻ. ആ കാലിന് വ്രണം വന്നുകൊണ്ട് വേദന സഹിക്കാതെ ഒരു റൂമിന്റെ അകത്ത് മാനസിക രോഗിയായിക്കൊണ്ട് അലമുറയിട്ടുകൊണ്ട് നിലവിളിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടത്രേ നമ്മുടെ നാട്ടിൽ. നമ്മൾ മനസ്സിലാക്കണം, ആരെയും എപ്പോഴും എന്തും സംഭവിപ്പിക്കാവുന്ന പടച്ച റബ്ബാണെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അവര് നമ്മുടെ മുത്തുകളാണ്, അവര് നമ്മുടെ പവിഴങ്ങളാണ്. അവരുള്ളപ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ആശ്വാസം. ഉമ്മ എന്ന് വിളിക്കാൻ, ഉപ്പ എന്ന് വിളിക്കാൻ ആളില്ലാത്ത എത്രയോ ആളുകളില്ലേ നമ്മുടെ കൂട്ടത്തിൽ. അവർ മരിച്ചുപോയി. അള്ളാഹു അവരുടെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. പക്ഷേ ഉള്ളപ്പോൾ അതിന്റെ വിലയറിയാത്ത മക്കൾ വല്ലാത്തൊരു അനുഗ്രഹമാണ് മക്കളെ, വല്ലാത്തൊരു അനുഭൂതിയാണത്. കയറി ചെല്ലുമ്പോൾ ഒരു ഉമ്മ, കയറി ചെല്ലുമ്പോൾ ഒരു ഉപ്പ, അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ തനിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയുണ്ടാവുക, ഉപ്പയുണ്ടാവുക, അതൊക്കെ ഒരു വല്ലാത്ത അനുഗ്രഹമാണ്. അള്ളാഹു ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സീനിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കടമകൾ നമ്മൾ മറക്കാതിരിക്കുക.
ഏറ്റവും വലിയ പുണ്യകർമ്മം, നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആ കർമ്മത്തിന്റെ മേഖലയെ ഒരിക്കലും അവഗണിക്കാതെ അവരെ സന്തോഷിപ്പിക്കുന്ന നിലക്ക്, അവർക്ക് ഏറ്റവും നല്ല സഹായങ്ങളും പരിഗണനയും അവർക്ക് നൽകുന്ന നിലക്ക്, അവരാണ് എനിക്കെല്ലാം വേണ്ടപ്പെട്ടവരെന്ന് അവർക്കും തോന്നിപ്പിക്കുന്ന നിലക്ക് നമ്മൾ മനസ്സിൽ വെച്ചാ പോരാ, ആ നിലക്ക് അവർക്ക് ബോധ്യമാകുന്ന നിലക്കുള്ള സ്നേഹപ്രകടനങ്ങളും ഇടപാടുകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. സർവശക്തനായ നാഥൻ മാതാപിതാക്കളോട് അർഹമായ നിലക്ക് ആദരവ് പുലർത്തുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.